രണ്ടുപേരെയും കുഴപ്പമുണ്ട്. എനിക്ക് നിൽക്കാൻ വയ്യ. ഞാൻ പ്രവർത്തിച്ചതാ കാര്യമില്ല. എൻ്റെ മോക്ക് നല്ല ജീവിച്ചു പോകാൻ. കടയിൽ ചെല്ലുമ്പോൾ ഇവരിങ്ങനെ തങ്ങൾ ഇരിക്കുന്നതൊക്കെ കണ്ട് ഇവനങ്ങ് മനസ്സിലായി, ഞാനാ നിന്റെ ഭർത്താവ്, നീ ആരെ ഇരിക്കല്ലേ ഇവിടെ പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്കെന്ത്, നിങ്ങൾ വീട്ടിൽ പോയിരിക്കും. നീ എന്തോടാ ഷോ കാണിച്ചോണ്ട് എൻ്റെ മുമ്പിൽ. പ്രശ്നമേ ഇല്ല പുള്ളി. അത് ചാനലുകാർ കൊടുത്ത റിപ്പോർട്ട് അത് തെറ്റാണ്. നമസ്കാരം. കൊല്ലം ചെമ്മാൻമുക്കിൽ ഭാര്യയെ കാർ തടഞ്ഞ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊട്ടിയം തഴുത്തല തുണ്ടിൽ മേക്കതിൽ അനിലയെയാണ് ഭർത്താവ് പത്മരാജൻ കൊലപ്പെടുത്തിയത്. പത്മരാജന്റേത് രണ്ടാം വിവാഹമായിരുന്നു. ഇപ്പോഴിതാ തന്റെ മകളാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കൊല്ലപ്പെട്ട അനിലയുടെ മാതാവ്. ഇവിടുത്തെ അഡ്രസ്സും പറയുന്നില്ലേ, തുണ്ടിൽ മേലതി പപ്പരായൻ്റെയും പേരുണ്ട്, അനില ചേച്ചിയുടെയും പേരുണ്ട്. ആ വണ്ടിക്കാമ്മ തീ പറ്റിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യവും അറിഞ്ഞില്ല. എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇപ്പം എൻ്റെ മോള് കൊണ്ട് അന്ന് കരിച്ച് റെഡിയായി. അതുകൊണ്ട് കൊണ്ടിട്ട് എനിക്ക് അറിഞ്ഞൂടാ എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാടകയ്ക്കെടുത്ത് വീട് വാടകയ്ക്കെടുത്തെങ്കിലും പിന്നെ 50,000 രൂപ അവൻ്റെ അപ്പരാനെ കൊണ്ടിട്ടൊന്ന് അഡ്വാൻസ് കൊടുത്ത് വാടകയും കൊടുത്തത് പപ്പരാന. എല്ലാം ചെയ്തിട്ട് അത് ചെല്ലുമ്പോൾ ഇതേ പ്രവൃത്തി നടക്കുന്നുള്ളൂ. അല്ലാതെ ഒരബദ്ധം അതങ്ങനെ ചെയ്യത്തില്ല. രണ്ടുപേരെയും കുഴപ്പമുണ്ട്. എനിക്ക് രണ്ടുപേരെയും സൈഡ് നിൽക്കേണ്ട കാര്യമില്ല. മോളായാലും മരുമകനായാലും. പക്ഷെ അവർക്ക് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. അവർക്ക് ജീവിക്കാനും ഈ കാറ്റും കൊണ്ട് ജീവിച്ചു പോകായിരുന്നു. അവർ കേട്ടില്ല. അവര് കൊല്ലം കടയെടുത്തേ തുടങ്ങത്തുള്ളൂ. എന്റെ മോളെ നിർബന്ധമായിരുന്നു. അവൻ എന്നിട്ടും പറയുന്നു, എന്റെ മരുമൻ പറയുന്നത്, നീ ഇവിടെ കൂടെ ഒന്നും എല്ലാം ചെയ്തതാ, ഇവിടെ കൂടെ ഒന്നും എല്ലാം ചെയ്താൽ നമുക്ക് കരഞ്ഞു വെക്കൂടെ. ഒരു ഇച്ചിരി ഇറച്ചി അരപ്പിടണമെങ്കിൽ ഇവനത്ര കറക്റ്റായിട്ട് ശരിക്കും അരപ്പിടായിരുന്നു. പപ്പരേനെ വന്ന് അരപ്പിട്ട് കൊടുക്കുന്നതിന് 1000 രൂപ. ഇച്ചിരി പൊടി ഇറച്ചിക്ക് അതും കൊടുത്തുവിടും. എവിടെ നിന്ന് കിട്ടിയാലും പൈസ അവിടെ കൊടുത്തോണം. അല്ലാതെ അങ്ങ് പിന്നെ ഭാര്യയുടെ കൊണ്ട് കൊടുക്കണം. അത് ഒന്നും ബാക്കി എടുക്കത്തില്ല. ഞാൻ ഇവിടെ ഒരു ചിട്ടിക്കറ സതീശനുണ്ട്. ഒരു പാചകം നടത്തണമെങ്കിൽ ഒരു പൈസ കൈ വെച്ചേക്കത്തില്ല. അവിടെ പോയി മറിച്ച് ഈ സാധനങ്ങളെടുത്ത് നടത്തിയിട്ട് പാചകത്തിന്റെ പൈസ പിന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നു. അതിന്റെ ബാക്കി അവിടെയും കൊണ്ട് കൊടുക്കും. വീട്ടിലാതെ വീട്ടിൽ കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരാളിന്റെ കയ്യിലല്ല, സഹിക്കാൻ വയ്യ. ഞാൻ പ്രവർത്തിച്ചതാ, അല്ലാതെ വേറൊന്നുമല്ല. ഇവളിങ്ങനെ നടന്ന് അടിക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ മോക്ക് നല്ല ജീവിച്ചു പോകായിരുന്നു. ഇങ്ങനെ പോകേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. 50,000 കൊടുക്കണമെന്ന്. അന്നേരം എൻ്റെ മോള് അനില പറഞ്ഞ്, ഇനി അത് ഇയാൾക്ക് തരാനുള്ള പൈസ തരാൻ പറഞ്ഞിട്ട് കൈ നീട്ടി പേപ്പർ അങ്ങ് മേടിച്ച് ബാഗിലിട്ട്. അവിടെ നിന്ന് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ വന്ന് പത്രം 40,000 കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1,00,000 വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ കിടന്നങ്ങ് കരഞ്ഞ് 1,40,000 വേണമെന്ന്. ഒരുപാട് പൈസ കടമായി. ഇത് തുടങ്ങേണ്ട കാര്യമില്ലായിരുന്നു. 2 ജോലിക്കാരാണ് നിർത്തിയേക്കുന്നത്. അതായത് ഈ പുള്ളി എല്ലാമ്പോഴൊക്കെ ജോലിക്കാർ അവിടെ ഉണ്ട്. അന്നേരം പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നാരങ്ങയുള്ള മറ്റം ജ്യൂസ് അടിച്ചാൽ മതിയല്ലേ, നമുക്ക് രണ്ടും കൂടെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. പപ്രായൻ പറഞ്ഞു, എൻ്റെ മരുമോയ്. പപ്രായൻ എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്ന മരുമോയ്. അനില എൻ്റെ മോള. ഇത്രയും പറഞ്ഞപ്പോൾ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യ്, എന്നാൽ നിങ്ങൾ വരണ്ട. എൻ്റെ മോള് പറഞ്ഞു, ഞങ്ങളിതങ്ങ് നടത്തിക്കൊള്ളാമെന്ന്. അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ നടക്കുന്നു. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ കൊച്ചേ ഉള്ളു വീട്ടിൽ. അப்புறம் എൻ്റെ മോളും ഇവിടെ കാണണം. ഞാനും മരുമോനും മോളും ഉണ്ട്. ഞങ്ങൾ 4 പേര് ഈ വീടങ്ങ് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. ഇത് അങ്കൻവാടിയാണ്, മേളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പം അവിടെ നിന്ന് കടയിൽ നിന്ന് വരാൻ താമസമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ വാടകയ്ക്ക് വീടെടുത്ത് 2-3 ദിവസമേ താമസിച്ചുള്ളൂ. ആ സാധനങ്ങൾ ഇത്രയും ഇന്നലെ പോയി വാരി. ഇന്നലെ മിനങ്ങിയാന്ന് കട തുറന്നില്ല, ഇന്നലെയും തുറന്നില്ല. ഇന്നലെ നല്ല റെഡിക്ക് 2 പേരും കൂടെ സന്തോഷമായിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് പോയി സാധനങ്ങളെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് മോളെ സ്കൂളിൽ പോകാനായിട്ട് സ്കൂളിൽ നിന്ന് വന്ന് വൈകുന്നേരം 4 മണിക്ക് വന്നപ്പം ഈ മോളും കൂടെ കാറ് കയറാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, മോള് കയറണ്ട, അമ്മ ഇനി വരുമ്പോൾ അടുത്ത സാധനങ്ങളും കൂടെ കൊണ്ടുവരും എന്നും പറഞ്ഞിട്ട് മോളെ ഇനി പിടിച്ച് മാറ്റി. 4 മണിക്കാണ് മോൾ ഇവിടെ നിന്ന് പോലെ. ഒരു 7 മണിയായപ്പം 6 വന്ന് മോളെടുത്ത് കഴിച്ച്, ഞാൻ വിളക്ക് വെറ്റിച്ചിട്ട് ഇവിടെ ഇരിക്കുക. മോളെന്താ കഴിച്ചത്? ഞാൻ ഒന്നും കഴിച്ചില്ല അച്ഛാ. ഇപ്പം ഇങ്ങനെ ചെന്ന് കടയിൽ ചെല്ലുമ്പോൾ ഇവരിങ്ങനെ തങ്ങൾ ഇരിക്കുന്നതൊക്കെ കണ്ട് ഇവനങ്ങ് മനസ്സിലായിപ്പോയി. ഒന്നാമത്തെ കാര്യം
ഇവരെ ഇവിടെ ജോലിക്ക് ശിവനും പറഞ്ഞത് പുള്ളിക്കാരൻ അങ്ങനെ വല്ല പ്രശ്നങ്ങളൊന്നും അല്ലെന്ന് പറയുന്നുണ്ട് ഈ ഹസ്ബൻഡ്. അങ്ങനൊന്നുമല്ല. ഇവന് എന്ന് ചെന്നാലും ഈ കട തുടങ്ങിയുടെ മുതൽ ഒരാൾ കൂടെ അവിടെ ഇരിക്കും. അന്നേരം ഇവൻ പറയും, ഞാനാ നിൻ്റെ ഭർത്താവ്, നീ ആരെ ഇരുത്തല്ലേ ഇവിടെ, എനിക്കിത് കാണുമ്പം വിഷമം. സത്യം പറയും, ഇങ്ങനെ പറഞ്ഞിവിടെ വന്ന് കരയുന്നു. അല്ല, എനിക്കിനി ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. അന്നേരം ഈ അനില പറയുന്ന അതവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്കെന്ത്, നിങ്ങൾ വീട്ടിൽ പോയിരി, ഇവിടെ അതിനും വേണ്ടി കച്ചവടമില്ല, ഇങ്ങനെ അനില പറയുന്നത്. ഒരു പ്രാവശ്യം ഈ പത്മനാഭനെ അവൻ അടിക്കുകയാണ് ചെയ്തത്. അടിച്ചടിച്ച് 2-3 ദിവസത്തിന് മുമ്പ്. പപ്പരാൻ അങ്ങനെയല്ല, പപ്പരാൻ ഇവിടെ ഷെഡിൽ പാചകം ഉണ്ടായിരുന്നു, നമുക്ക് വർക്കൊക്കെ ഉള്ളതാണ്. അന്നേരം ഊണും കൊണ്ടുപോയപ്പം അവിടെ ചെന്നപ്പം മറ്റേ ഈ എല്ലാം റെഡിയാക്കി കൊടുക്കുന്ന ഇറക്കാൻ അവിടെ ഇല്ല. ഇവർ രണ്ടും അവിടെ ഇരിപ്പുണ്ട്. അന്നേരം ഇവൻ പപ്പരായ ഒന്നും വേണ്ടിയില്ല, ഇവർക്ക് രണ്ടിനും കൊടുത്ത് ഇവർ രണ്ടും തിന്ന് തീർന്നിട്ട് ചോദിച്ച് കഴിച്ചാൽ ഒന്നും വേണ്ടിയില്ല. ഇവൻ 3 മണിയായപ്പോൾ ഇവിടെ വന്ന് കിടന്ന് വേളം. ഞാൻ വെറുതെ കഷ്ടപ്പെടുന്നത്, എന്നിട്ട് ബാക്കി പൈസ ഞാൻ കൊണ്ട് കൊടുക്കും. ഞാൻ വെറുതെ കഷ്ടപ്പെടുന്നത്, എനിക്ക് എന്നെ കണ്ട ആരും വഹിക്കത്തില്ല. അവൻ എന്നെ അടിക്കാൻ വന്നും പറഞ്ഞിട്ട് എന്തായാലും ഇയാളും ഡക്കി എടുത്തോണ്ട് ഒറ്റ പോക്കങ്ങ് പോയി. അവിടെ ചെന്നപ്പം ഈ നിൽക്കുന്ന സുനിയെന്ന് എന്തോ എൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അവൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു, നീ എന്തോടാ ഷോ കാണിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്നു. അപ്പറേ എൻ്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞിട്ട് ഇവൻ ചൂടായി. അന്നേരം മുമ്പേ ഇവനെ അങ്ങോട്ട് അടിച്ച് ഇവൻ്റെ തലയ്ക്ക് പകരം ഒന്ന് കൊടുത്ത് ഇവൻ്റെ കാലിൻ്റെ മുട്ടിനെ ഏതാണ്ട് അടുത്ത് അടിച്ച്, കാലിൻ്റെ മുട്ടിലൊക്കെ അടയാളം ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ട് അവളൊന്നും പ്രശ്നം വേണ്ടിയില്ല. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ, എനിക്കിനി പറയാൻ വയ്യ. ശരി, ഇത്രയൊക്കെ ഉള്ളു. അയൽക്കാരുമാണ്, ചെറിയ സ്വന്തവും ഉണ്ട്. ഇയാളെ കുറിച്ച് ഈ ചാനലുകളൊക്കെ പറയുന്നത് പോലെ തന്നെ ഇയാൾക്ക് ഇങ്ങനെ ഒരു സംശയരോഗവും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. അങ്ങനൊരു പ്രശ്നമേ ഇല്ല പുള്ളി. അത് സത്യമായ കാര്യമാണ്. അത് ചാനലുകാർ കൊടുത്ത റിപ്പോർട്ട് അത് തെറ്റാണ്. അതെവിടെയും പറയും. ആളെ അടുത്തറിയാവുന്നതാണല്ലേ? ഞങ്ങള് അടുത്ത വീടല്ലേ, ഞങ്ങള് ഞാനുമായിട്ട് എപ്പോഴും സഹകരിക്കുന്ന ഒരു വ്യക്തിയാ. നാട്ടില് പൊതുവെ നല്ല അഭിപ്രായം. നിങ്ങൾക്ക് അത് അന്വേഷിച്ചാൽ മനസ്സിലാവും. അല്ലാതെ ഒരു മനുഷ്യര് ഈ വ്യക്തിയെ ഇച്ചിപ്പോന്ന് പറയത്തില്ല. ഈ വാർഡ് വിട്ടോ ദൂരോട്ട് പോയി അന്വേഷിച്ചാലും പപ്പനെ കുറിച്ച് ചോദിച്ചാൽ നല്ല അഭിപ്രായം പറയും. അല്ലാതെ വേറൊരു അഭിപ്രായം ആരും പറയത്തില്ല. വിവാഹം കഴിച്ചിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമയത്താണ്. വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു കുടുംബമായിരുന്നു. അതായത് ഈ വിവാഹത്തിന് ശേഷമാണ് ഇവര് കുറച്ച് അത് പുള്ളിയുടെ അധ്വാനം കൊണ്ട് തന്നെയാണ്, അല്ലാതെ ഒന്നുമല്ല. ഈ വീടും സ്ഥലങ്ങളും എല്ലാം ഇവരുടെ പേരിലായിരുന്നു അല്ലേ? വീട് ഭാര്യയുടെ പേരിലാന്ന് തോന്നുന്നു. പിന്നെ കാറ്ററിംഗ് നടത്തുന്നത് 2 പേരെയും കൂടെ പേരിലാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഈ വ്യക്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എഴുതി മേടിച്ചേതോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം. അനിലയുടെ പേരില വീട്. അത് പപ്പരായ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലൊക്കെ കാര്യങ്ങളിലോ അതിലൊക്കെ ഒരു കല്യാണമോ അല്ലെങ്കിൽ വിശേഷങ്ങളോ മരണമൊക്കെ നടന്നു കഴിഞ്ഞാൽ പുള്ളി നല്ല ഇതായിട്ടാണ്. സംശയത്തിന്റെ കാര്യം പറഞ്ഞു. എന്തെങ്കിലും അങ്ങനെ ഒരു സംശയത്തിന്റെ പേരിൽ ബഹളം നടക്കുക എന്തെങ്കിലും? ഒരു ഇതുമില്ല. പല പ്രാവശ്യം വൈഫിന് വാണിംഗ് കൊടുക്കുകയും നേരായ വഴിയിൽ കൊണ്ടുവരാനുള്ള കഠിന പരിശ്രമം നടത്തിയയാള് ഒടുവിൽ നിക്കം പൊറുതിയില്ലാതെ വന്നപ്പം ചെയ്തു പോയതാ. അങ്ങനെ ആവാനാ 100% സാധ്യത. അല്ലാതെ ഒരു ഇതിനകത്ത് വേറൊരു പ്രേരണയും ആരുടെ പ്രേരണയും അവനിൽ ഇല്ല. അപ്പൊ ഈ മുമ്പ് ഈ സംശയത്തിന്റെ പേരിൽ ഉപദ്രവിക്കായിരുന്നോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഇവിടെ അങ്ങ് ഒരു ഇതും ഒന്നും കേട്ടിട്ടില്ല. ഞങ്ങളാരും കേട്ടിട്ടില്ല. ഈ പല ബന്ധങ്ങളുടെയും പേരിലും ഈ പല വാണികൾ കൊടുത്തും മാറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അമ്മ പോലും പറയുന്നത്, അതായത് മകൾക്ക് അനുകൂലമായിട്ട് പറയുന്നില്ല. എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അമ്മ, ഇനി ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റത്തില്ല അവളെ ഉപദേശിക്കാനെന്ന.